It's the most beautiful time of the year. Lights fill the streets. അതെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനൽ ഇയർ കോളേജ് ട്രിപ്പ് പോവാണ് ടു ഡണ്ടേലി ആൻഡ് ഗോവ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രാവൽ നമുക്ക് വരുന്നുണ്ട്, വൺ സൈഡ് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഇവിടെ കയറിയ വഴി ഒന്ന് ഓൺ ആകാൻ വേണ്ടിയിട്ട് ഇത് അന്താക്ഷരി കളിക്കുന്നതാണ് ഈ കാണുന്നത്. യെസ്, ആദ്യം നമ്മൾ പോകുന്നത് ഡണ്ടേലിയിലേക്കാണ്. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ ഹാവ്ലോക്ക് ഹോളിഡേയ്സിന്റെ പാക്കേജ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ബസ് നമുക്ക് മാംഗ്ലൂർ തൊട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ട് മാംഗ്ലൂർ വരെ നമ്മൾ ട്രെയിനിന് പോകണമായിരുന്നു. സോ അതിന്റെ രംഗങ്ങളാണ് ഈ കാണുന്ന മൊത്തം. പിന്നെ ലഞ്ചിന് വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് എല്ലാവർക്കും ബിരിയാണി പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫൈനൽ ഇയർ ട്രിപ്പ് ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് ആർക്കും ഇതിൻ്റെ പേരിൽ എക്സൈറ്റഡ് ആവാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ തൊട്ട് തലേ ദിവസം പറഞ്ഞ ഞങ്ങളുടെ കോളേജിൽ ഫെസ്റ്റ് നടക്കുമായിരുന്നു. സോ അതിൻ്റെ എല്ലാ ഓട്ടത്തിൽ ഭയങ്കര ഹെക്റ്റിക് ഡേയ്സ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പാക്കിങ് പോലും തട്ടിമുട്ടിയാണ് നടന്നത്. ആൻഡ് കോട്ടയം ടു മാംഗ്ലൂർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറൗണ്ട് 11 hours ട്രാവൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കയറിയിട്ട് അറൗണ്ട് മിഡ് നൈറ്റ് ആയപ്പോഴാണ് നമുക്ക് മാംഗ്ലൂരിൽ എത്താൻ പറ്റിയത്. നമ്മുടെ പാക്കേജിന്റെ ബസ് മാംഗ്ലൂരോട്ട് ഉണ്ടായിരുന്നുള്ളെങ്കിലും നമ്മുടെ കൂടെ 2 ടൂർ ഗൈഡ്സ് ഉണ്ടായിരുന്നു, ഫയാസിക്കയും അജാസിക്കയും. ഇവർ രണ്ടുപേരും നമ്മൾ എവിടെ നിന്നാണോ ട്രെയിൻ കയറി അവിടെ തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഭയങ്കര വൈബായിട്ട് നമ്മുടെ അതായിരുന്നു ഞങ്ങളുടെ എച്ചോടി. നമ്മൾ ഇനി സക്സസ്ഫുള്ളി പൊക്കോണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ നമ്മള് മാംഗ്ലൂർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അവിടുന്ന് വേണം നമുക്ക് എങ്ങോട്ടാ ഡണ്ടേലിക്ക് പോകാൻ. ഒരു മാസം മുമ്പായിരുന്നെങ്കിൽ ഇത് പുറത്തു വരാത്ത വ്ളോഗായിരുന്നു. അതെ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് പുറത്ത് വരുന്ന വ്ളോഗാണ്. നമുക്ക് ഡണ്ടേലി മാംഗ്ലൂരിൽ ചെന്നിട്ട് അവിടുന്ന് നെക്സ്റ്റ് ബസ് ഉണ്ട്. അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ഡണ്ടേലിക്കാണ് പോകുന്നത്. അത് അറൗണ്ട് 6 hours ട്രാവൽ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം മൊത്തം ഞങ്ങൾ ട്രാവലിൽ കളഞ്ഞിട്ടുണ്ട്. ഗായ്സ്, ഈ എക്സ്ക്ലൂസീവ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാംഗ്ലൂർ ചെന്നിട്ട് റോൾ നമ്പർ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫൈനലി മാംഗ്ലൂർ എത്തിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടിന്റെ അമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് മലബാർ ബിരിയാണി. ഫുഡ് കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ നേരെ ബസ് വന്നു, കയറി ഇരുന്നു, കിടന്നു, ഉറങ്ങി. വീഡിയോസ് ഒക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. നേരെ ഒറ്റ ഉറക്കായിരുന്നു. ബിക്കോസ് അത്രയും ക്ഷീണമുണ്ട്. ഞങ്ങളുടെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഫേസിൽ. നമ്മളിപ്പോ എവിടെ എത്തി പറ? നമ്മളങ്ങനെ ഡണ്ടേലിയിൽ സക്സസ്ഫുള്ളി കയറിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കായിരുന്നു. ഇപ്പോൾ നെല്ലിക്കുള്ള കാറ്റിനൊക്കെ നല്ല തണുപ്പ്. ഡണ്ടേലിയിൽ നല്ല തണുപ്പുണ്ട്. ടേസ്റ്റ് നല്ല തണുപ്പാണ്. ഗുഡ് മോർണിംഗ് മാം. ഡണ്ടേലി എത്തിയിരുന്നു. എനിക്ക് കൂടെ എനിക്ക് സാധനം ഇതിനെന്ത് പേരിട്ടെന്നറിയില്ല. റിസോർട്ടിലെത്തി ഗൈസ്. ഇനി നമ്മള് പോവാണ്.
റിസോർട്ടിലെത്തി നമ്മളെല്ലാവരും ഓടിപ്പോയി ആദ്യം തന്നെ ഫ്രഷ് ആയി. ബിക്കോസ് നമുക്ക് രാവിലെ റൂം അലോട്ടഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡോമെട്രി പോലത്തെ ഒരു സ്ഥലമാണ് തന്നത്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രഷ് ആവണമായിരുന്നു. സോ ഡിലേ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയി ഫ്രഷ് ആയി. അപ്പോൾ തന്നെ വീഡിയോ എടുക്കാനും നമ്മൾ മറന്നുപോയി. ഫുള്ളിടല്ലേ കുറച്ച് നമ്മളിപ്പം ഫുഡ് കഴിക്കാണ്. രാവിലത്തെ ഫുഡ് കേരളത്തിലെ പോലെയല്ല, തരക്കേടില്ല എന്ന് പറയാം. എന്താ അഭിപ്രായം? എന്റെ ബ്ലോഗ് വരും, എന്താ അഭിപ്രായം പറ. What about you guys? വിവുന് എന്താണ് അഭിപ്രായം? നല്ല പടം. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി ഡണ്ടേലിയിലേക്ക്. ഇന്ന് നമുക്ക് ഫസ്റ്റ് ഡേ ഡണ്ടേലിയിൽ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഓണായി രാവിലെ. അപ്പോൾ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയി ബസ്സിൽ. അപ്പൊ നമ്മളങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ നമ്മള് ഡണ്ടേലിയിൽ വാട്ടർ ആക്ടിവിറ്റീസിന് വന്നേക്കാണ്. അതെ, എല്ലാരും മാച്ചിങ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ആയിട്ട്. ഒരാൾ മാത്രം മതി, എനിക്ക് മടിയായിരുന്നു ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇനി വാട്ടർ ആക്ടിവിറ്റീസിന് പോവാണ്. എക്സൈറ്റഡ് ആണോ? യെസ് അവിടെ ആദ്യം ചെന്നപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് റാഫ്റ്റിംഗ് അങ്ങ് ചെയ്യാമെന്ന്. സോ നമ്മൾ അറൗണ്ട് ഒരു 25 പേര് അഡ്വഞ്ചർ റാഫ്റ്റിംഗ് ചൂസ് ചെയ്തു. ആൻഡ് ബാക്കിയുള്ളവർ നോർമൽ റാഫ്റ്റിംഗും ചൂസ് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് റാഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോസും കിട്ടിയിട്ടില്ല. സക്സസ്ഫുള്ളി റാഫ്റ്റിംഗ് ചെയ്തു. ഒരു സൈഡിലൊക്കെ അത് സൺലൈറ്റിന്റെ അഡ്വഞ്ചർ റാഫ്റ്റിംഗ് നമ്മൾ ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് പറ? ഞങ്ങൾക്ക് മാത്രം സ്വിമ്മിങ് കിട്ടി, പക്ഷെ ഇപ്പൊ കിട്ടും. നമ്മുടെ ഈ പാക്കേജിൽ നമുക്ക് റാഫ്റ്റിംഗ്, കയാക്കിംഗ്, സിപ്പ് ലൈൻ, പിന്നെ ഈ ബബിൾ, ഇതൊക്കെ പ്രൊവൈഡഡ് ആയിരുന്നു. നമുക്ക് അവിടുത്തെ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എങ്കിൽ പോലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമിന്റെ കഥ പറയാം. രാവിലെ എത്ര മണിക്ക് ഇവിടെ വന്നതാ? നിങ്ങൾ രാവിലെ ഒരു 12 മണിക്ക് ഇവിടെ എത്തിയിട്ട് ഇപ്പം 4:30 മണിയായി. ഇതുവരെയാണ് ഇത് കഴിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടില്ല. അത് ഇത്രയ്ക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു ഇവിടെ എല്ലാം. തിരക്കായതുകൊണ്ട് പോസ്റ്റ് ആയി. അപ്പൊ പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഫ്രഷ് ആയി വന്ന് കഴിക്കുന്നത്. അപ്പൊ ഒരു ഐസ്ക്രീം ഓൾറെഡി കഴിച്ചു. അപ്പൊ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു തരാം. അപ്പൊ നമ്മൾ വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ കഴിക്കുന്നു. എന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ. എല്ലാവരും ഫുഡൊക്കെ റെഡിയാണ്. വേറെ കഥയുണ്ട്. 18 രൂപയുടെ സാധനങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് ഇവിടെ. അത് 5 rupees എക്സ്ട്രാ ചാർജ് പറയുന്നത്. പക്ഷെ 25 രൂപ ഗൈസ്. ഇവിടെ വേറെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 20 രൂപയുടെ മാഗിക്ക് ഇവിടെ 120 രൂപ ഗൈസ്. 120 രൂപ. ഞങ്ങള് മെനു കാണിച്ചു നൈസായിട്ട് വീഡിയോ. നമ്മള് പറഞ്ഞു ഇവിടെ ആർക്കും മനസ്സിലാവില്ല, മലയാളമാണല്ലോ. ഇവരെല്ലാം വേറെ തന്നെ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാവില്ല. വേറെ ചാർജ് ആയിരിക്കും.
കണ്ടിട്ട് റിച്ച് ആയിട്ട് തോന്നി കാണും. അല്ല അങ്ങനെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ബസ്സിൽ കയറി ഫുഡ് കഴിക്കാനുള്ള മോട്ടിവേഷനിൽ സ്ട്രെയിറ്റ് റിസോർട്ടിലേക്ക് അങ്ങ് പോയി. പച്ച കളറിലാണ്. ഇനി അത് കൊള്ളാം. നമ്മളിപ്പം ലഞ്ച് വൈകിട്ട് എത്ര മണി, 6 മണിയോ 5 മണിയോ ഈ ഒരു സമയത്താണ് കഴിക്കുന്നത്. പക്ഷെ നല്ലൊരു പ്ലാറ്റർ ആയിട്ട് വരെ നമുക്ക് സെർവ് ചെയ്തിട്ടില്ല, നമ്മൾ എടുത്തതാണ്. പക്ഷെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് വിത്ത് ഡെസേർട്ട് ഉണ്ട് നമുക്ക്. സോ നമുക്ക് കഴിക്കാം. ട്രൈ ചെയ്യാം പായസം. ഇതില് മറ്റേ സാധനം ഉണ്ടല്ലോ, വേറെന്താ അതിനകത്ത് ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ ചവ്വരി അത് തന്നെ. ചവ്വരി വെച്ചിട്ട് പാസ്ത ഫ്ലേവർ ആണോ? പിസ്ത. സോറി, പാസ്ത രാവിലെ കഴിച്ചത്. പിസ്ത, പച്ച കളർ പിസ്ത. കസ്റ്റാർഡ് ഉണ്ടാക്കില്ലേ, എന്തോ ഒരു സാധനം കഴിക്കാൻ കൊള്ളാം. ചപ്പാത്തി ഉണ്ട് ഇവിടെ. വിത്ത് ഇതെന്താ, ചിക്കൻ കറി, ബട്ടർ ചിക്കൻ. ഇതെന്താ ബട്ടർ ചിക്കൻ? ഇല്ല, ഇവിടെ വെച്ചിട്ടുണ്ട് ബ്രോ. ബട്ടർ ചിക്കൻ റൈസ്. നമുക്ക് റൈസ് ഉണ്ട്, ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡ്. ഫൈനലി നമുക്ക് റൂം കിട്ടാൻ പോവാണ്. നമ്മൾ ഇന്ന് രാവിലെ വന്നതാ, പക്ഷെ നമുക്ക് രാവിലെ റൂം കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി. പിന്നെ ഒരു റൂം തൽക്കാലത്തേക്ക് തന്ന് നമ്മൾ ഫ്രഷ് ആയി. ഇപ്പൊ നമ്മൾ റിയൽ റൂമിലേക്ക് പോവാണ്. ഇപ്പൊ റൂം കാണിച്ചു തരാം. പക്ഷെ ഈ എന്താ റിസോർട്ടിന്റെ ആംബിയൻസ് സോ ഗുഡ് ഗൈസ്. കാണുക നല്ല ഭംഗിയുണ്ട്, വാം ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. നല്ല, ഇത് ഭയങ്കര വലിയ പ്രോപ്പർട്ടി, അത്യാവശ്യം വലുതാ, കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. ഇനി നമുക്ക് ഇവിടുന്ന് പോയിട്ട് പൂളിൽ ഇറങ്ങാനുണ്ട്, റെയിൻ ഡാൻസ് ഉണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്. ഇന്നത്തെ ഡേ ഫുള്ളി പാക്ഡ് ആണ്. ഇല്ലടാ. അപ്പൊ റൂമിലെത്തിട്ട് ഞങ്ങൾ റൂം കാണിക്കാം. ബൈ. ഗൈസ്, നമ്മള് നമ്മുടെ റൂം എത്തിയിരിക്കുന്നു. ഗൈസ്, ദിസ് ഈസ് आवर റൂം. സോ ഗുഡ്. കാണിച്ചു തരാം. വ്യൂ കണ്ടോ? നമ്മൾ മറ്റേ ഹോം സിനിമയ്ക്കകത്തെ നസ്ലിന്റെ റൂം പോലെ. അവിടെ നമുക്ക് അപ്പറേ our neighbors. കൊള്ളാം. ഞങ്ങൾ മൊത്തത്തിൽ എക്സൈറ്റഡ് ആണ്. ഇപ്പോഴാണ് ഒരു സന്തോഷം. അതെ, ബെസ്റ്റ് പാർട്ട് ഓഫ് ദി ഡേ. ബെസ്റ്റ് ആയി തോന്നി. കാരണം സത്യം ഈ അപ്പൊ കിട്ടില്ലായിരുന്നു. ശരിയാ, ഇപ്പൊ ഈ വാം ലൈറ്റും എല്ലാം കൂടി ആയപ്പോ അടിപൊളി. ഇനി കുറെ നമുക്ക് റീലും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. ബിക്കോസ് ഈ എസ്തെറ്റിക്സിൽ നമ്മൾ എങ്ങനെ വീഡിയോസ് എടുക്കാണ്ടിരിക്കുന്ന പറ. സോ ഗുഡ്. അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ ഓടി പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ഇനി പൂളിന്റെ വിഷ്വൽസിലേക്ക്. ഹലോ ഗൈസ്. കാഞ്ചന സിനിമയിലെ മറ്റേ ലക്കളക്കളക്കളെല്ലാം വിറച്ചൊരു പരിവായതുകൊണ്ട് നേരെ ഇവിടുന്ന് ഞാൻ ഓടി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഫ്രഷായി പിന്നെ വന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ക്യാമ്പ് ഫയറിലേക്ക് പോയി.
അങ്ങനെ നമ്മൾ തണുപ്പൊക്കെ മാറ്റി പാട്ടൊക്കെ പാടി ഒന്ന് വൈബ് ചെയ്ത് വന്നപ്പോൾ അതേ ഹാവ്ലോക്ക് ടീമിൻ്റെ കുറച്ച് സർപ്രൈസ് നമുക്ക് വന്നത്. കമ്പിത്തിരിയും പൂത്തിരിയും മാത്രമല്ല ലാൻറ്റേൺസും നമുക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലിറ്ററലി എല്ലാവരും സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞങ്ങളിത് ആരും ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്താ പറയുക, ലിറ്ററലി അതൊരു മെമ്മറബിൾ മൊമെൻ്റ് ആക്കി മാറ്റി. താങ്ക്സ് ടു ടീം ഹാവ്ലോക്ക്. അങ്ങനെ ഫൈനലി കുറച്ച് ഫയർ വർക്ക്സും കൂടെ കണ്ടു. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയി. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഡേ 1. സോ ബൈ ഗൈസ്.